നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. നിർമ്മാണം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ച് CPI പേരിശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ BJP 7ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രുതം എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. സംസ്ഥാന ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ചീഫ് ടെക്നിക്കൽ എക്സാമിനർ നിർമ്മാണം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാന ഗതാഗത പദ്ധതിയായ KSTPയുടെ മേൽനോട്ടത്തിൽ 2021 ആരംഭിച്ച് 2024 പൂർത്തിയാക്കേണ്ടതായിരുന്നു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം. എന്നാൽ ഇത് നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടത്. ലോകബാങ്കിന്റെ സഹായത്തോടെ 250 കോടി രൂപ ചെലവഴിച്ചുള്ളതായിരുന്നു KSTPയുടെ മേൽനോട്ടത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം. 2021 നിർമ്മാണം ആരംഭിച്ച് 2024 പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇത് നടപ്പിലാകാത്ത സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ റോഡിന് ഇരുവശങ്ങളിലെ വൈദ്യുത പോസ്റ്റുകളും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പുകളും മാറ്റി സ്ഥാപിക്കുക, തുടർന്ന് റോഡിന്റെ വീതി കൂട്ടി വേണം കോൺക്രീറ്റ് നിർമ്മാണമെന്നായിരുന്നു വിശദമായ പദ്ധതി റിപ്പോർട്ടിലെ വ്യവസ്ഥകൾ. എന്നാൽ ഇതൊന്നുമില്ലാതെ പഴയ ടാർ റോഡ് പല ഭാഗങ്ങളിലായി പൊളിച്ച് വ്യക്തമായ ലക്ഷ്യമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഇതുമൂലം യാത്രാ ദുരിതത്തിനൊപ്പം അപകടങ്ങൾക്കും കാരണമായി. ഈ സാഹചര്യത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ നടപടി വേണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ച് CPI പേരിശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് വിജയാരവം എന്ന പേരിൽ അവാർഡ് സമർപ്പണം ഒരുക്കിയത്. ഗീതാ ഗോപി MLA അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്തത് ഇന്നതാണ് MLA. കുറച്ച് സമയം കിടന്നുറങ്ങി പഠിച്ച് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അമ്മ വന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് അമ്മയോട് ദേഷ്യം. പക്ഷെ പിന്നെ ചിന്തിക്കും, അമ്മ എനിക്ക് വേണ്ടിയിട്ടല്ലേ. അത് താനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ ഒരു സന്തോഷമുണ്ട്. ഞാൻ അധ്വാനിച്ച് എനിക്കൊരു ഫലം കിട്ടി. പിന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി കോളേജിൽ പോയി എങ്ങനെയാവും, ഏത് രീതിയിലാവും പഠനം. ഒരു സ്കൂൾ കുട്ടികളിൽ നിന്ന് കഴിഞ്ഞൊരു കോളേജ് ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അതായത് +1 +2 അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ. അപ്പോൾ സ്വയം എങ്ങനെയാവും ഉണ്ടാവുക എന്ന ചോദ്യത്തിലും ഒരു ആശങ്ക ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ മുരളി പറഞ്ഞത്, പ്രലോഭനങ്ങളിലൊന്നും നിങ്ങൾക്ക് അറിയാതെ. നമ്മളെ പേരൻസ് നമ്മളെ അത്രമാത്രം നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ളതാണ്. അവർ എങ്ങനെയെങ്കിലും നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ്, ഭക്ഷണത്തിനുള്ള വക, ഏത് തരത്തിലും ഫീസ് അടയ്ക്കണം, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്. ഞാനൊക്കെ ആ കാലഘട്ടമൊക്കെ വന്ന് കയറിയ ഒരു വ്യക്തിയാണ്. പേരൻസിൻ്റെ ഒരു സന്തോഷം, അവർക്ക് കിട്ടുന്ന അഭിമാന നിമിഷം, അത് നിങ്ങൾ നേടിക്കൊടുക്കും. അതാണ് ഇന്നിവിടെ ഈ പുരസ്കാര പരിപാടിക്ക് നമ്മൾ സാക്ഷ്യം നൽകുന്നത്. പിന്നെ ഈ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന്, അത് ഇവിടെ ഇരുന്ന് ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ജീവിതമാകണം ലഹരിയെന്നും നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ വേണമെന്നും MLA കുട്ടികളെ ആഹ്വാനം ചെയ്തു. നാളെയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികളും യുവാക്കളുമെന്നും അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ടെന്നും MLA പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ അവാർഡുകൾ ഏറ്റുവാങ്ങി.
CPI ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ CU മുരളി അധ്യക്ഷനായി. ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ശശികുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ES പ്രതീഷ്, തൃശൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MA രാജീവ് കൃഷ്ണൻ, ALP സ്കൂൾ പ്രധാനാധ്യാപകനും CPI ലോക്കൽ കമ്മിറ്റി അംഗവുമായ പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം ജിനീഷ് കറുകയിൽ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ BJP 7ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രുതം എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർഡിലെ SSLC +2 വിജയികൾ, മറ്റ് വിദ്യാഭ്യാസ കലാ കായിക പ്രതിഭകൾ എന്നിവർക്കായിരുന്നു അനുമോദനം. 7 കമ്പനി കൈലാത്തുവളവിൽ ക്ഷേത്രം ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് 3-നായിരുന്നു അനുമോദന സദസ്സ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ ശ്രുതം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇതുപോലെ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും അധികം പങ്കാളിത്തത്തോടുകൂടി എല്ലാവരെയും ആദരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നടക്കുന്നത്. നമുക്കൊക്കെ ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാം, നിങ്ങളെ ഇതിന് പ്രാപ്തരാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കള്, അതുപോലെ തന്നെ അധ്യാപകർ, ഇവരോടൊക്കെ നമുക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ഇനിയും ഉയർന്ന, ഇനിയും നല്ല നിലയ്ക്ക് നിങ്ങൾ ഇനിയും ഭാവി നല്ല നിലയ്ക്ക് ആവട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. 7ാം വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾ, മറ്റ് വിദ്യാഭ്യാസ കലാകായിക പ്രതിഭകൾ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 7ാം വാർഡ് മെമ്പർ സൂര്യ ശോഭി അധ്യക്ഷയായി. പല മേഖലകളിലും വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളെ കൂടി നമ്മൾ ഈ ശ്രുതം 2026 അനുമോദിക്കുകയാണ് നമ്മുടെ വാർഡിൽ. നാളത്തെ പൗരന്മാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ. ഭാവിയിൽ നമ്മുടെ അവണിശ്ശേരി ഈ കുട്ടികളുടെ പേരിൽ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെപ്പോഴും രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യം, കുട്ടികളെ അവരുടെ പാഷൻ അനുസരിച്ച്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവർക്ക് എന്താവണമെന്ന ആഗ്രഹം അനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ ആ മേഖലയിലേക്ക് കടത്തിവിടാൻ. രക്ഷിതാക്കൾക്ക് എനിക്കതാവാൻ സാധിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മകളെങ്കിലും ആവണം എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ആഗ്രഹം മക്കളിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഖിൽ കുറുവത്ത്, സെക്രട്ടറി KM അനുരാഗ് എന്നിവർ സംസാരിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ മുൻവാതിലിന്റെ സമർപ്പണം നടത്തി. ചടങ്ങിന്റെ ഭാഗമായി ചെണ്ടമേളം അരങ്ങേറി. ക്ഷേത്രം മേൽശാന്തിമാരായ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, അരുൺ D വെള്ളാലത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു സമർപ്പണ ചടങ്ങ് നടന്നത്. പുറത്താള വീട്ടിൽ രാഘവന്റെ മക്കളാണ് പിച്ചള പൊതിഞ്ഞ മുൻവാതിൽ സമർപ്പിച്ചത്. ക്ഷേത്രസമിതി പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, സന്തോഷ് ഐനിക്കുന്നത്ത്, സുഭാഷ് കറുകയിൽ, ചന്ദ്രൻ പുറത്താള, അരവിന്ദാക്ഷൻ കർത്താവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ മുൻവാതിൽ പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പോട്ടയിൽ അപ്പു നയിച്ച ചെണ്ടമേളം അരങ്ങേറി. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിലകം എന്ന പേരിൽ മെറിറ്റ് ഡേയും ഫ്രഷേഴ്സ് ഡേയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും +1 വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും നൽകി. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മാതൃകാപരമായ രീതിയിൽ നമുക്കറിയാം, ഇന്ന് ജില്ലയിലാകമാനം സംസ്ഥാനത്തിന്റെ എല്ലാ വിദ്യാലയങ്ങളും ഇന്ന് പ്രവേശനോത്സവ ചടങ്ങ് നടത്തിയ +1 വിദ്യാർത്ഥികളായി വലിയ പ്രതീക്ഷകളുമായി കുട്ടികൾ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളൊക്കെ തന്നെ വിദ്യാലയത്തിൽ പരിപൂർണമായി സുരക്ഷിതരാണ് എന്നിവിടെ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പ്രധാന അധ്യാപിക ഇവിടെ സൂചിപ്പിച്ചു പോവുകയുണ്ടായി. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. സ്വന്തം മക്കളെ വളരെ വിശ്വാസപൂർവ്വം ഒരു വിദ്യാലയത്തിലായിരിക്കുമ്പോൾ ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക
വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ മക്കൾ ഈ വിദ്യാലയത്തിൽ പരിപൂർണമായി സുരക്ഷിതരാണ് എന്ന് പറയുന്ന ആത്മവിശ്വാസത്തെ ആദ്യമായി തന്നെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, കേവലം അധ്യാപകരുടെ വാക്കുകളിൽ മാത്രമല്ല, നമുക്കെല്ലാവർക്കും നമ്മൾ സമൂഹത്തിനൊന്നാകെ തന്നെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഇന്നിവിടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കപ്പെടുന്നുണ്ട്, അവരെ അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും വിദ്യാലയം സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ അവിടെ അംഗീകരിക്കപ്പെടുന്നത് അവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, അവരെ വിജയത്തിന് പ്രാപ്തമാക്കിയ വിദ്യാലയമുണ്ട്. ഒപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ ഭൗതികമായ സാഹചര്യം ഒരുക്കിക്കൊടുത്ത് ഇവർ പരീക്ഷാ ക്ലാസ് റൂമിലേക്ക് വിദ്യാർത്ഥികൾ കയറി പോകുമ്പോൾ വിദ്യാർത്ഥികൾ ദൈവത്തെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്തിരുന്ന് ദൈവത്തെ വിളിച്ച അച്ഛനമ്മമാരുടെ വലിയ ത്യാഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ആ വലിയ ഒരു കഷ്ടപ്പാടിനെയും ആ വലിയ പരിശ്രമത്തെയൊക്കെ തന്നെ ഇന്നിവിടെ ആദരിക്കപ്പെടുകയാണ്. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. +1 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. സ്കൂളിലെ ആദ്യ ബാച്ചിലുള്ള ടോപ്പർ TD ഡെജിന ആദരമേറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ AJ പ്രിൻസി, വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, MPTA പ്രസിഡന്റ് NV ശ്രീജി, PTA വൈസ് പ്രസിഡന്റ് സിജോ ഇടപ്പിള്ളി, OSA പ്രതിനിധികളായ TD ഡെജിന, EA ആൻസി, ഫസ്റ്റ് അസിസ്റ്റന്റ് TJ ഷീജ, കൺവീനർ ഷൈനിക്ക് റോബർട്ട് എന്നിവർ സംസാരിച്ചു. വള്ളിശ്ശേരി ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് KG ജയേഷ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് KV സുന്ദരൻ അധ്യക്ഷനായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ VI ജോൺസൺ, നിത്യ ജയരാജൻ എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെ 250ഓളം പേരാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തത്. 13 വയസ്സായ ഒരു പെൺകുട്ടിയെ 10 പേർ ചേർന്ന് പീഡിപ്പിച്ചു, സഹപാഠികളായിട്ടുള്ള 10 പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വലിയൊരു വാർത്ത ഇന്നലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് എല്ലാ ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം. എത്ര പേര് ആ ഒരു വാർത്ത കേട്ടു? കേട്ടവരൊന്ന് കൈകുട്ടിയ കുറച്ച് പേര് കേട്ടു അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദുഃഖവും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചേട്ടന് ഈ വാർത്ത കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ ഇന്നറിഞ്ഞോ? എന്താ അറിഞ്ഞ്? അതൊരു ഫേക്ക് ന്യൂസാണെന്നാണ് പറയപ്പെടുന്നത്. ബട്ട് പോക്സോ ആക്ടിൻ്റെ കീഴിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം വാർത്തകളാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളാണ് കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത എന്ന് പറയുന്നത്, ഇതിനകത്ത് പെൺകുട്ടികളും കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആൺകുട്ടികൾ മാത്രമായിരുന്ന കുത്തകകളിലേക്ക് ഇന്ന് നമ്മുടെ പെൺമക്കളും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പോലീസിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് പറയുന്നത്, ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതൊരു ബ്രേക്കപ്പിലേക്ക് എത്തിയപ്പോൾ ആ വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയെ അവരുടെ സുഹൃത്തുക്കളെയും ഇങ്ങനെയൊരു കേസിൽ ഉൾപ്പെടുത്തുകയാണെന്നാണ് അവരുടെ ഭാഷ. സോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ 13 വയസ്സായ പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് പറ്റുന്നു? വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ നടന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, ചാട്ട മത്സരങ്ങളാണ് നടന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, വൈസ് പ്രസിഡന്റ് TG രാജൻ, ജോയിന്റ് കൺവീനർ TP ഹൈൻസ്, സ്പോർട്സ് കൺവീനർ K ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. 11 സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി നടന്ന ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, ചാട്ട മത്സരങ്ങളിൽ 11 കലാസമിതികളിൽ നിന്നുള്ള 100 കായിക താരങ്ങൾ പങ്കെടുത്തു. സബ് ജൂനിയർ ലോങ് ജമ്പ് മത്സരത്തിൽ സാന്റോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ TJ ആരുഷ് 1ാം സ്ഥാനം നേടി. മഹാരസികൻ പിടിക്കപ്പറമ്പിന്റെ CB ബദ്രി 2ാം സ്ഥാനവും പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ TM ജാൻ 3ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗം ലോങ് ജമ്പ് മത്സരത്തിൽ മഹാരസികൻ പിടിക്കപ്പറമ്പിലെ MK പ്രണവ് 1ാം സ്ഥാനം നേടി.
ടീം കോമ്പാറയുടെ KV ധനഞ്ജയ് 2ാം സ്ഥാനവും സൗരവ് കൃഷ്ണ 3ാം സ്ഥാനവും സ്വന്തമാക്കി. സീനിയർ വിഭാഗം ലോങ് ജമ്പ് മത്സരത്തിൽ പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ PS കർണൻ, PS കിരൺ എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. വല്ലച്ചിറ യുവജന സമിതിയുടെ MS സിജിൽ 3ാം സ്ഥാനത്തെത്തി. ജൂനിയർ വിഭാഗം ട്രിപ്പിൾ ജമ്പിൽ സാന്റോസിന്റെ TJ ആരുഷ് 1ാം സ്ഥാനം നേടി. മഹാരസികന്റെ CB ബദ്രി 2ാം സ്ഥാനവും ലഗാൻ പുതുകുളങ്ങരയുടെ NR ആദിക് 3ാം സ്ഥാനവും നേടി. സാന്റോസിലെ TB അഭിഷേക് ജൂനിയർ വിഭാഗം ട്രിപ്പിൾ ജമ്പ് മത്സരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. ടീം കോമ്പാറയുടെ സൗരവ് കൃഷ്ണ, KV ധനഞ്ജയ് എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. സീനിയർ വിഭാഗം ട്രിപ്പിൾ ജമ്പ് മത്സരത്തിൽ പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ PS കർണൻ 1ാം സ്ഥാനം നേടി. സാന്റോസിന്റെ PB അജിത്ത് 2ാം സ്ഥാനവും പ്രകാശ് ക്ലബിലെ PS കിരൺ 3ാം സ്ഥാനവും നേടി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 2026-2027 വാർഷിക പദ്ധതിയുടെ ഭാഗമായി 7ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. 7 കമ്പനി കൈലാത്തുവളപ്പിൽ ക്ഷേത്രം ഹാളിൽ ഞായറാഴ്ചയായിരുന്നു ഗ്രാമസഭ നടന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. 7ാം വാർഡ് മെമ്പർ സൂര്യ ശോഭി അധ്യക്ഷയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ തുടങ്ങിയവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. ലീഡർ K കരുണാകരന്റെ 108ാം ജന്മദിനാനുസ്മരണം പെരിങ്ങോട്ടുകരയിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ലീഡർ K കരുണാകരന്റെ 108ാം ജന്മദിനാനുസ്മരണം കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VK സുശീലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, കോൺഗ്രസ് നേതാക്കളായ TC ജോസഫ്, സജീവൻ ഞാറ്റുവെട്ടി, മാധവൻ നായർ, ഗോപാലകൃഷ്ണൻ, ഗ്രീന പ്രേമൻ, നിസാർ കുമ്മംകണ്ടത്ത്, ഉമ്മർ പഴുവിൽ, ബിന്ദു ശരവണൻ, ലൂയിസ് താണിക്കൽ, പ്രമോദ് കണിമംഗലത്ത്, ഷിഹാബ് താന്യം എന്നിവർ സംസാരിച്ചു. കുറുമ്പിലാവ് യുവതാര ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നവ എഴുത്തുകാരനുള്ള ആദരവും ചടങ്ങിൽ നടന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ വായനാ പക്ഷാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. നവ എഴുത്തുകാരൻ ബൈജു സോപാനത്തെ ചടങ്ങിൽ ആദരിച്ചു. മുൻ മെമ്പർ P ഗിരിജൻ അധ്യക്ഷനായി. TC സുബ്രഹ്മണ്യൻ, ബൈജു സോപാനം, CA ശങ്കരൻ, ഷീജ അനിൽ എന്നിവർ സംസാരിച്ചു. ചെറുശ്ശേരി സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ സത്യൻ മകൻ സന്ദീപ് നിര്യാതനായി. 41 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വടൂക്കര ശ്മശാനത്തിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. നിർമ്മാണം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ച് CPI പേരിശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ BJP 7ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രുതം എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.